ഹായ് ഓൾ, വെൽക്കം ടു പ്രൊണോസിനി ടോക്സ്. ഇന്ന് പറയാൻ വേണ്ടി പോണത് ഒരു സിനിമയിലെ കുറച്ച് ഭാഗങ്ങളുടെ ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ഈ ഒരു മലയാള സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീനാണ് ഒരു വ്യക്തി ഒരു കാര്യം ഇങ്ങനെ മറ്റൊരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു കാര്യം അതിനെ എക്സ്പ്ലനേഷൻ എന്ന് പറയും. അത് നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അത് ഒരു എക്സാമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ CBI സീരീസിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ക്ലൈമാക്സ് രംഗത്ത് ആ ഒരു മമ്മൂട്ടിയുടെ കഥാപാത്രം ഈ ഒരു കേസ് എങ്ങനെയാണ്, ഈ കേസ് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റ് സഹതാരങ്ങളൊക്കെ അതിങ്ങനെ കേട്ടുകൊണ്ടേ നിൽക്കും, മറുപടി ഒന്നും പറയത്തില്ല. ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ ഒരു കാര്യം. അതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കും. അത് എല്ലാ സിനിമയിലും ഇങ്ങനെ രംഗങ്ങൾ കാണാൻ വേണ്ടി പറ്റും. ആ രംഗങ്ങളെല്ലാം അത് ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഈ സിനിമയുടെയോ അല്ലെങ്കിൽ തിരക്കഥയുടെയോ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകത്തിലേക്കും ഇങ്ങനൊരു കാര്യം വരുന്നത്. അങ്ങനെ ഒരുപാട് സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ലേറ്റസ്റ്റ് ഇടുന്ന ബ്രഹ്മയുഗത്തിൽ ചാത്തനെപ്പറ്റി പറഞ്ഞ സീന്, പിന്നെ ഈ സമ്മർ ഇൻ ബെർലിൻ സിനിമയിൽ മഞ്ജു വാര്യർ മോഹൻലാലിനെ പറ്റി പറഞ്ഞ സീന്, മോഹൻലാൽ തിരിച്ച് അങ്ങോട്ട് മഞ്ജു വാര്യരെ പറ്റി കുറച്ച് കാര്യങ്ങൾ ക്ലൈമാക്സിൽ പറഞ്ഞ ഒരു സീനൊക്കെ ഈ കാറ്റഗറി കൂട്ടാൻ പറ്റിയ സീനാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ പോകുമ്പോഴും മലയാളത്തിൽ ഈ ഒരു സന്ദർഭങ്ങളിൽ ഏറ്റവും കൂടുതൽ അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ജനങ്ങളെ പിടിച്ചിരുത്തിയതും ശ്രദ്ധ കേന്ദ്രീകരിച്ചതും ഇന്നും ഒരു താല്പര്യപ്രകാരം ജനങ്ങൾ കണ്ടയമായ സീനാണ് ഒരു മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ക്ലാസിക്കൽ ഹിറ്റ് എന്നറിയപ്പെടുന്ന ചിത്രമാണ് മണിച്ചിത്രത്താഴ്. ഈ ഒരു സിനിമയിൽ ഒരു സീനുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ ഒരു കാറ്റഗറിയായ ഒരു കഥാപാത്രം ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വിവരിക്കുമ്പോൾ മറ്റ് കഥാപാത്രങ്ങളൊക്കെ മിണ്ടാൻ നിൽക്കുന്നതും അത് മാത്രം കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കാര്യം ആ ഒരു സിനിമയുടെ ഏറ്റവും വലിയൊരു ക്രൂഷ്യൽ പോയിൻ്റാണ്. അപ്പം ഞാൻ നേരെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം. ഇന്നത്തെ സന്ദർഭങ്ങളിൽ ഞാൻ പറഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ആ ഒരു മണിച്ചിത്രത്താഴ് സിനിമയിലെ ഒരു കാര്യമാണെന്ന് സീൻ പറഞ്ഞത്. അതായത് ഈ ഒരു ഗംഗയാണ് നാഗവല്ലി എന്നറിയപ്പെടുന്ന ആ ഒരു സമയത്ത് ലാലേട്ടൻ അവതരിക്കുന്ന സണ്ണി എന്ന് പറയുന്നൊരു കഥാപാത്രവും ഇങ്ങനെ നിന്ന് കുറേ കാര്യങ്ങളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അതിൽ ലാലേട്ടൻ ചെയ്യുന്ന സണ്ണി എന്ന് പറയുന്നൊരു കഥാപാത്രം മാത്രമാണ് ഈ ഒരു കാര്യം ഇങ്ങനെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. രംഗമാണ് പറയാൻ വേണ്ടി പോകണം. ആ സമയത്ത് ഏറ്റവും മനോഹരമായിട്ട് മോഹൻലാലിൻ്റെ സണ്ണി എന്ന് പറഞ്ഞ കഥാപാത്രം ഗംഗയുടെ കുട്ടിക്കാലം തൊട്ടും ഈ രോഗബാധിതമായ സമയം വരെയും അതിനിടയ്ക്കുള്ള കാര്യങ്ങളും ഗംഗയാണ് നാഗവല്ലി എന്ന് പറയപ്പെടുന്ന ഈ ഒരു കാര്യങ്ങളും ഒക്കെ വളരെ പെർഫെക്റ്റായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഈ ഒരു സീനിൽ കൊണ്ടിങ്ങനെ കാണിച്ചു തരികയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് ആ ഒരു അവതരണം കാര്യങ്ങളും എക്സ്പ്ലനേഷനും ഒക്കെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അതാണ് ഈ സിനിമയിലെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാൻ പറ്റിയ ഒരു സീനും ഈ ഒരു സീനാണ്. ഇതിനെ വെല്ലുന്ന ഇതേ രീതിക്കുള്ള ഒരു ഒറ്റ കഥാപാത്രം മാത്രം ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാരണം എക്സ്പ്ലനേഷൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സീൻ മറ്റൊന്നും വന്നിട്ടില്ല. CBI സീരീസിൻ്റെ എല്ലാത്തിനും നോക്കുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു സീൻ കാണും. അതായത് ഈ ഒരു കഥാപാത്രം സേതുരാമയ്യർ എന്ന് പറഞ്ഞ കഥാപാത്രം ഈ ഒരു കൊലപാതകം അതിൻ്റെ തെളിവുകളും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും പറഞ്ഞ് ക്ലൈമാക്സ് സീനിലാണ്. അതിനെക്കാട്ടി മികച്ച രീതിക്കാണ് ഈ ഒരു ഒറ്റ ഒരു സിനിമ കൊണ്ട് ഈ ഒരു ഷോട്ടിൽ സംവിധായകൻ്റെ ഒരു കഴിവ് മുഖാന്തരം ലാലേട്ടന് ഈ ഒരു കാര്യം ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. അത് ഏറ്റവും മികച്ച ഒരു എക്സ്പ്ലനേഷൻ സീനാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു നട്ടിൽ എന്ന് പറയത്തക്ക രീതിക്കുള്ള ഒരു സീനും ഇതാണ് ഈ ഒരു കാര്യം പണ്ടിക്ക് നിങ്ങൾക്ക് പറയേണ്ടതുള്ളത്. ഇത് നിങ്ങൾ ചിന്തിക്കുക. കാരണം ഇങ്ങനത്തെ ഈ ഒരു സീനാണ് ഒരു സിനിമയിൽ തന്നെ അപേക്ഷിച്ച് ഏറ്റവും വലിയ ഒരു പ്രധാനമുള്ള ഒരു കാര്യമായിട്ട് വരുന്നത്. ഇതാണ് എന്ന് വെച്ചാൽ ആ ഒരു സിനിമ കാണുമ്പോൾ അതിന് നട്ടെല്ലായി മാറുന്നതും ഈ ഒരു സീനാണ്. ഇതാണ് ഇതിനകത്തുള്ള ഒരു എക്സ്പ്രഷൻ രീതിക്ക് ഞാനിത് പറഞ്ഞതാണ്. ഓക്കെ, ഇതാണ് പറയാൻ വേണ്ടിയുള്ളൊരു കാര്യം. അപ്പോൾ മറ്റൊരു വീഡിയോയുടെ എക്സ്പ്ലനേഷൻ വന്നതായിരിക്കും. പ്ലീസ് പ്രൊണൗൺസ് സൈനിങ് ഔട്ട്. ബൈ. ഓക്കെ.